ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമലൈക്കും. റുബി ഹിബ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോട് ചിങ്ങായി കണ്ടോ? എന്റെ കുഞ്ഞാപ്പൂ, എന്റെ ഫൈസു. ഹലോ പറ. ഹലോ. ഞങ്ങളില്ലേ ഇന്ന് എന്താ കളിക്കുന്നത്? മാജിക് സാൻഡില്ലേ? എന്തായിരുന്നു ഫൈസു? മാജിക് സാൻഡ്. ഞങ്ങൾ കളിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താ ഉണ്ടാക്കുക? ലഡ്ഡു ഉണ്ടാക്കുക ആദ്യം. ഞങ്ങള് ആദ്യമായിട്ടാട്ടോ ഇതില് ഞങ്ങൾ മണ്ണിലൊന്നും അറിയാൻ കളിച്ചിട്ടില്ല. ഞങ്ങക്ക് ചെയ്യാത്തതല്ല. അപ്പൊ ഞങ്ങൾ ഇതുവരെ മണ്ണിലൊന്നും കളിച്ചിട്ടില്ല. ഞാൻ പോകട്ടോ. ഞാൻ കണ്ണു കെട്ടിച്ചു. എനിക്ക് പോകാൻ പറ്റാറില്ല. അപ്പൊ ഞാനിവിടെ ചെയ്യാറ്. അപ്പൊ ഇവള് ഉമ്മ അടുത്ത് പറഞ്ഞ് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചതാ. അയ്യോ, വേണ്ട വേണ്ടെന്ന് പറയുന്ന ഒരാളെ. എനിക്ക് ഒരു കൈ കൊണ്ട് ആക്കാൻ പറ്റൂട്ടോ കൈ. എന്നറിയോ, എന്റെ മറ്റേ കൈന് എല്ലില്ല. അപ്പൊ ഞങ്ങളൊരു ക്യാസിൽ ഉണ്ടാക്കാൻ പോകാനുണ്ടോ കൈ? ഞാനും ഉണ്ടാക്കുന്നുണ്ട്. എന്റെ ഫൈദ ഉണ്ടാക്കണ്ടേ? അപ്പൊ ഞാൻ കൊട്ടാൻ പോവാണ് കേട്ടോ. ഈ ഫുള്ളായിട്ടൊന്നുമില്ല, എനിക്ക് ഇത്ര പറ്റണോളേ. അപ്പൊ ഉണ്ടാക്കി നോക്കാം നമുക്ക് ഗൈസ്. ഉണ്ടാക്കി ഗൈസ്. അയ്യോ എന്റെ കൊളയേ. നന്നായി, സാരില്ല കേട്ടോ. ലഡ്ഡു ഉണ്ടാക്കാം പെട്ടെന്ന്. എന്റെ എന്താ പറയാ, വയലറ്റ് എടുത്തോണം കേട്ടോ ഗൈസ്. നമ്മളെന്താ പറയാ കാര്യം കാട്ടിക്കും കായ്. പിന്നെ ഇവിടെ വെള്ളമാക്കിയിട്ട് കേട് വരുത്തി കായ് നോക്ക്. എന്നിട്ട് അവിടെ നല്ലത് എടുത്തിട്ട് എനിക്ക് പൊട്ട തന്നിക്കാം. എന്താ വേണ്ടത്? ചോറുള്ള പോലെ ഇവ നന്നായി കളിക്കുന്ന. അപ്പൊ നിങ്ങൾ ലഡ്ഡു ഉണ്ടാക്കി ഞാൻ അവിടെ ഇരിക്കട്ടെ. പൈസ നോക്കി ഉണ്ടാക്കണത് ക്യാസിലിന്റെ ഉണ്ടാക്കണല്ലോ. നല്ല രസത്തിൽ ഉണ്ടാക്കിയ അടിപൊളി. ഇതില് കട്ടയോടെ അടുത്തല്ലോ. ഇനി നമുക്ക് വീടുണ്ടാക്കിയാലോ? ഇതില്ലേ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന കേട്ടോ. നല്ല രസമാണ്. പുറത്തുണ്ടായ വിമാനം പോണ ഫോണ്ട്. ഇതൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ സ്പീക്കർ ഗൈസ്. അയ്യോ, പിന്നെ എന്താ വെച്ചാൽ ഷെയർ ചാറ്റ് ഒന്നും ഇപ്പൊ എനിക്കില്ല കേട്ടോ. ഷെയർ ചാറ്റ് എല്ലാരും ഇപ്പൊ ഓരോ തിരക്കായിട്ട് ഇപ്പൊ അങ്ങനെ ആരോട് സംസാരിക്കാനൊന്നും പറ്റാറില്ല. അപ്പൊ അവരൊക്കെ തിരക്കായതുകൊണ്ട് പോയി. ഇപ്പൊ ഞാനിപ്പോ ഉപയോഗിക്കുന്ന മോജി പറഞ്ഞ ആപ്പാണ് കേട്ടോ. അതെനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കളിക്കട്ടെ. ഞാൻ ആരുടെ കാര്യം പറഞ്ഞു. എനിക്ക് എന്താ പറയാ, എനിക്കൊരു വീൽ ചെയർ വാങ്ങി തന്നിട്ടോ. ഇലക്ട്രോണിക്കിന്റെ അടുത്ത വീഡിയോ ഞാൻ കളിക്കാത്ത കാര്യം. അത് അടിപൊളിയായിട്ട് വീൽ ചെയർ എനിക്ക് വാങ്ങി തന്നു. ആർക്കെന്ന് വെച്ചാല് ഡാൽവിത്താത്തയും മനാഫ്കാക്കൂടി ആയിട്ടോ വാങ്ങി തന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഷെയർ ചാറ്റിൽ എനിക്കൊരു വീൽ ചെയർ വാങ്ങി തന്നിട്ടുണ്ട്. പക്ഷെ ആ ഷെയർ ചാറ്റിൽ വാങ്ങി തന്നത് ഇവള് ഇപ്പൊ എന്താ കാട്ടിന്നറിയാം. ഇങ്ങനെ വീൽ ചെയർ എന്റെ അടുത്ത് ഞാൻ അധികം പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങാറ്. അപ്പൊ ആ വീൽ ചെയർ കൊണ്ട് കൊറേ ദൂരം ഇങ്ങനെ പോയിട്ട് കേട് വന്നു. അപ്പൊ മോജിത്തെ ഡാൽവിത്താത്തയും മനാഫ്കാക്കൂടി വാങ്ങി തന്നിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. അത് വാങ്ങിത്തരാൻ കാരണം കിളിക്കാക്കു പറഞ്ഞിട്ടൊരു കാക്കൂന് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അവരുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലേ. അവരുടെ പേരെന്തൊക്കെ വെച്ചാൽ മീനുണ്ട്, സുനി ചേച്ചി, പിന്നെ റിയ ചേച്ചി, ലിനുക്കാക്കു, പിന്നെ ഉണ്ണിക്കാക്കു, ആസിഫ്. അത് ഇൻഫ്ലുവൻസറാണ് കേട്ടോ.
റോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആസിഫില്ലേ അവരാണ് അടിപൊളിയാണ് അവരുടെ ഓരോ വീഡിയോസ്. കാരണം എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഇനി ഇവരുടെ കളിയാണ് നമുക്ക് കളി. പിന്നെ ഗായ്സ് എനിക്കില്ലേ കുറേ ഫ്രണ്ട്സിനെ കിട്ടി സ്കൂളില്. ഞാൻ ഇപ്പൊ എട്ടിലെ ഗായ്സ് എത്ര പെട്ടെന്ന് കുട്ടി വളർന്ന്. ഈ പാട്ടില്ലേ കുഞ്ഞി വളർന്നേ കിളിമകളെ അല്ലേ? നാളെ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വീട് കേട്ടോ. എല്ലാവരും ടാറ്റ പറയാൻ എനിക്ക് ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം. പക്ഷേ ഉണ്ടല്ലോ ഗായ്സ് മടിയാ ഗായ്സ് പോവാനേ. അവിടെ പോകുമ്പോ ബോറടിക്കാനേ. ഞങ്ങൾ 1.5 ആഴ്ചയായി ഗൈസ് സ്കൂളിൽ പോയിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര മടിയാണ് ഗൈസ്. ആ മുഖമൊന്നും കാണട്ടെ. ഇന്നലെ ഗായ്സ് ഒരു കാര്യം കേൾക്കണം. നമ്മൾക്ക് ഇന്നലെ എന്തൊക്കെയോ വേദനയായിരുന്നത്, പനി അങ്ങനെയൊക്കെ പറഞ്ഞു. അഭിനയിക്കുമ്പോൾ പറഞ്ഞ മതി ഉമ്മനെ വീഴ്ത്താനുള്ള കഴിവ് അവൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പോവാണ്ടിരുന്നു. അവൾ പോയില്ല. രാത്രി ആയപ്പോൾ ഉമ്മ എനിക്കണു ഇങ്ങനെ പറഞ്ഞാണ് മതിയാലോ ഉമ്മ വീഴൂലേ. അങ്ങനെ ചെയ്തതാണ്. എന്നിട്ടോ വീൽ ചെയർ എടുത്തിട്ട് ഒറ്റ ഓട്ടം കൊണ്ടിപ്പോയി. ഇന്നലെ രാത്രി അടിയൊക്കെ കിട്ടി. ഇന്നലെ എത്ര മണിക്ക് വീട്ടിൽ ഇന്നലെ കയറിയെന്നറിയാം. എന്താ കാരണം വെച്ചപ്പോൾ ഉമ്മ അടുത്ത് പറയുന്നത് മുങ്ങിക്ക 11 മണിക്കാണ് വീട്ടിൽ കയറ്റിയത്. 11 മണിക്കല്ലോ. 11 10 മണിയാന്ന് എനിക്കറിയില്ല. അപ്പൊ അയ്യോ അങ്ങനൊക്കെ. അപ്പൊ എന്നാ ഇവന്റെ ഒരു പാട്ട് കേട്ടോ ഗൈസ്. നമുക്ക് കുഞ്ഞാന്തോളത്താക്കല് അത്രയൊക്കെ അറിയല്ല ബാക്കി ഞാൻ പഠിച്ചിട്ടില്ല. കാണാതായൊരു നല്ല പാട്ടില്ല. ഈ ക്ലാസ്സിലെ ഫ്രണ്ട്സ് കേട്ടനെ തീറ്റ ഉണ്ടായിരുന്ന ക്ലാസ്സിലാണെങ്കിൽ തന്നെ കുട്ടികൾക്ക്. പിന്നെ എന്റെ ക്ലാസ്സിലില്ലേ ഇത്രമാരെ കുട്ടികളെ പറയുള്ളു 46 പേരുണ്ട്. പിന്നെ നീ ടീച്ചറിന് സാറുമാരൊക്കെ പേര് പറഞ്ഞു. നൂറ്റാൻ ടീച്ചർ ഉണ്ട്, സദാശിവൻ സാറുണ്ട്, ഫാത്തിമ ടീച്ചർ ഉണ്ട്, ശ്രീലക്ഷ്മി ടീച്ചർ ഉണ്ട്. പിന്നെ ആരാ എന്റെ ക്ലാസ് ടീച്ചർ ആരാ? നൂറ്റാൻ ടീച്ചർ. അടിപൊളിയാ. എന്നെ എടുക്കൊക്കെ ചെയ്യാം. പിന്നെ പാവാ എന്റെ പേര്. പിന്നെ വേറെ ടീച്ചറുണ്ട്. കുറെ ടീച്ചർമാരുണ്ട്. പക്ഷേ ഇല്ലേ ഒക്കെ ചിലരുടെ പേര് അറിയുള്ളൂ. അപ്പൊ പറഞ്ഞില്ലേ അവരുടെ പേര് അറിയുള്ളൂ. ഇവനാരാന്നറിയണ്ടേ? എന്റെ അല്ലേ കുഞ്ഞി കുട്ടിയാ. ഞാനവിടെ അമ്മയ്യാ. ഞാനും റോബിത്താതെ മിണ്ടാത്ത അവിടെ ഏന്റിയാ. ഏന്റി വിളിച്ചു പോയിക്കോ. ആന്റി അതാ എന്നെ വിളിക്കും. അത്ര കേട്ടോ. ഞങ്ങളുടെ മൂത്താപ്പാന്റെ കുട്ടീന്റെ കുട്ടിയാണ്. ഓന്റെ പേര് മുഹമ്മദ് ഫൈസാൻ ആദം. ഫൈസാൻ ആദം അല്ലേ? നീ എത്രയല്ലോ പഠിക്കല്? LKG. അവന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നിഷാദുക്ക, ശേല വെച്ചാൽ കേട്ടോ. ശേല വിളിക്കുക. നിഷാദുക്കാണ് ഇക്ക. അവച്ചാൽ താത്തു ഇക്കാനെ വിളിക്കണേ കേട്ടിട്ടാണ് ഇക്ക വിളിക്കണേ. ഇവരുണ്ടല്ലോ ഗൈസ്, ഇവരുടെ മാത്രാണ് നേരങ്ങത്തില്ല സാൻഡിൽ കളിക്കുന്നത്. എ ഗുഡ് ബോയ്. പാവ അവ നല്ല കുട്ടിയാ. പക്ഷേ ഹെടഞ്ഞ പോലെ ഇരിക്കും. പാവാണ്. പിന്നെപ്പോ എന്താ പറയാ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ബൈ.